എടുക്കണം. ഇലക്ഷൻ പണം പിരിച്ച് പാർട്ടിക്കാണോ കൊടുക്കുന്നത്? അത് അഴിമതിയല്ലേ? ഇലക്ഷൻ്റെ പേര് പണം പിരിച്ച് പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്താൽ അത് അഴിമതിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ കമ്മിറ്റിക്കാണ് കൊടുക്കുക. കിട്ടിയ പണം അതുപോലെ കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും കൊടുക്കും. 3 പേർക്ക് കൊടുക്കണം. അത് തയ്യാറാക്കി വെച്ചാണ് നയിക്കും. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു, ആഭ്യന്തരമന്ത്രി വിളിച്ചിരുന്നു, പിന്നെ മന്ത്രി ലിജു വിളിച്ചിരുന്നു. അന്വേഷിച്ചു എന്താ കാര്യം പറഞ്ഞു. പോലീസ് കേസൊന്നും ഞാൻ കൊടുത്തില്ല. കാരണം എനിക്ക് പോലീസിലെ വിശ്വാസമില്ല. ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ടല്ലോ. ആദ്യമായിട്ടല്ലല്ലോ ആണോ? കുറേ സ്ത്രീകളുടെ നടത്തിയില്ല, കുറേ സ്ത്രീകളുടെ ആഹ്വാനം ചെയ്തല്ലോ. 12 സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ. അത് 2 മുനിസിപ്പൽ ചെയർമാന്മാരുണ്ട്. പക്ഷേ അത് 5 പേരുടെ പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളൂ. തെറി വിളിച്ചത് സ്ത്രീകളെ കൊണ്ട് ഘോഷയാത്രയിൽ തെറി വിളിപ്പിക്കുന്ന പുതിയ സംസ്കാരം സ്ത്രീകളെ ഉപയോഗിച്ചു പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അവിടെ എല്ലാം പേര് 2 മുനിസിപ്പൽ ചെയർപേഴ്സന്മാരുടെ പേര്, ഒരു ജയമ്മ, ഒരു സൗമ്യരാജ്. മായ എന്ന് പറഞ്ഞാൽ ഓടിന്ന ആളാണല്ലോ. അവർ NGO ആയിരുന്നല്ലോ. അവർ പിന്നെ ഇനിയിപ്പോൾ ഇവരുടെ കൊണ്ട് നടക്കട്ടെ. അതിൽ തെറി വിളിക്കുകയാണെങ്കിൽ പോലീസ് കേസെടുത്തോളൂ. പൊതുച്ചേറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യമല്ലല്ലോ ചർച്ചയായത്. ചോറ് കൊടുക്കരുതെന്ന് ആരെങ്കിലും പറയും. സൗജന്യ ഭക്ഷണം പാടില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികൾ മറ്റു സംഘടനകളും അതിനകത്ത് ഷെഡ് കെട്ടി പാചകം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലില്ല. ഉണ്ടെങ്കിൽ പറ. അതേസമയം ഭക്ഷണം മെഡിക്കൽ കോളേജിന് വെളിയിൽ സൗകര്യമായി പാചകം ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അതങ്ങ് മാറ്റുക. അതല്ലേ പറഞ്ഞത്. എല്ലായിടത്തും കോഴിക്കോടൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. ഇവിടെ മാത്രമേ ഇതിനകത്ത് ബന്ധം കെട്ടി അവിടെ പാചകം ചെയ്യുന്നത്. എന്താ പുറത്ത് പാചകം ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കാം. അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട MLA പറയേണ്ടത് മെഡിക്കൽ കോളേജിലെ കോമ്പൗണ്ടിനകത്തല്ല അടുക്കള കൂട്ടി അവിടെ പാചകം ചെയ്യാനാണ്. അത് എവിടുത്തെ ഏർപ്പാടാണ്? ജനങ്ങളതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റില്ല. ഗവൺമെൻറ് മുമ്പ് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിർത്തിക്കളഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് അറിയാമോ? മെഡിക്കൽ കോളേജിലെയും ആശുപത്രികളിലെയും കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. പാല് മുട്ടയൊക്കെ കൊടുക്കുമായിരുന്നു പണ്ട്. ഞങ്ങളൊക്കെ കിടന്ന് കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഇല്ല. അതെല്ലാം പുനഃസ്ഥാപിക്കണം പഴയ പോലെ തന്നെ. കൂട്ടിയെടുപ്പുകാർക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക. അതൊന്നും തർക്കമുള്ള വിഷയമല്ല. ആർക്കും ഭക്ഷണം കൊടുക്കരുത് ജി സുധാകരൻ പറയൂ. അങ്ങനെ പറയുമോ? അപ്പോൾ ചുമ്മാ പറയുന്നത്. ഇതാ പറഞ്ഞത്. എന്താ പണം വാങ്ങിയ കൈക്ക് കിട്ടിയതാണ്. ഞാനല്ല മത്സരിച്ചത്. പണം വാങ്ങിയെങ്കിൽ അയാളല്ലേ മത്സരിച്ചതെന്ന്. എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? മത്സരിച്ചത് അയാളല്ലേ, പിന്നെ അയാൾക്ക് വേണ്ടിയല്ലേ പണം പിരിക്കണ്ടേ? എന്തോ ചോദിക്കുന്നത് മനസ്സിലായില്ല. പാർട്ടിക്കല്ലല്ലോ കൊടുക്കുന്നത്, ഇലക്ഷൻ കമ്മിറ്റിക്കല്ലേ കൊടുക്കുന്നത്. പാർട്ടിക്ക് എന്തിനായി പണം? അയാൾക്ക് വല്ല വിവരമുണ്ടോ? എടുക്കണം. ഇലക്ഷൻ പണം പിരിച്ച് പാർട്ടിക്കാണോ കൊടുക്കുന്നത്? അത് അഴിമതിയല്ലേ? ഇലക്ഷൻ്റെ പേര് പണം പിരിച്ച് പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്താൽ അത് അഴിമതിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ കമ്മിറ്റിക്കാണ് കൊടുക്കുക. കിട്ടിയ പണം അതുപോലെ കൊടുത്തു. അത് ആരിൽ നിന്നെല്ലാം കിട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ തന്നവരെ കളിയാക്കണം അല്ലേ? അത് തന്നവർക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഞാൻ പറഞ്ഞ അയാൾക്ക് എന്ത് വിവരക്കേടാ പറയാൻ വയ്യാത്തത്? ജി സുധാകരൻ സലാമല്ല ജി സുധാകരൻ. ഞാൻ ആ പാർട്ടിയിലില്ലെങ്കിലും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിരിച്ച പണം അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തത്തില്ല. ആരും വെളിപ്പെടുത്താൻ പാടില്ല. അതാ പാർട്ടി തീരുമാനം. വെളിപ്പെടുത്തിയാൽ തീർന്നില്ലേ? അവർ പിന്നെ പൈസ തരുമോ? ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ളതല്ലേ? ആണ്. അയാളുടെ വിവരക്കേടിന് എന്നെ കൂട്ടുപിടിക്കണ്ട. അയാൾ എന്തെങ്കിലും നടന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് മറുപടി വേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഒരു മറുപടി അർഹിക്കുന്നില്ല. അയാൾ അനാവശ്യമായിട്ട് ആരോപണം ഉന്നയിക്കുകയാണെന്നും അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജി സുധാകരൻ വഴി ഉണ്ടായിട്ടുള്ളതെന്നും എന്നോട് എതിർത്തപ്പോൾ ഹി വാസ് ഡിഫീറ്റഡ് ബൈ 28,000 votes. ഞാൻ സപ്പോർട്ട് ചെയ്തോ 11,000 ജയിച്ചു. അപ്പോൾ മനസ്സിലായല്ലോ. അത് കുറവാണെന്ന് പറഞ്ഞ് കള്ള പെറ്റീഷൻ കൊടുത്തു. കള്ള പെറ്റീഷൻ ആയിരുന്നു അത്. കാരണം അയാൾക്ക് 28,000 വോട്ടിൻ്റെ കുറവ് വന്നു. ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ 62,000 കിട്ടിയെങ്കിൽ ഇപ്പോൾ വെറും 46,000 ഉള്ളൂ. ഇതാണ് അതിൻ്റെ തെളിവ്. നിങ്ങളുടെ മാധ്യമങ്ങൾ ഇതൊന്നും വിശകലനം ചെയ്യുന്ന എനിക്കതിൽ പരാതിയുണ്ട്. നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാവുന്ന കാര്യമാണ്.
നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ ഉയർത്തി കാണിക്കുന്നതിൽ താല്പര്യമില്ല. ആലപ്പുഴ എനിക്ക് നേരത്തെ അറിയാം, നിങ്ങൾ ഉയർത്തി കാണിക്കണ്ട. അങ്ങനുണ്ട്. എൻ്റെ പ്രസ്താവനയല്ല, അയാളുടെ പ്രസ്താവനയുടെ അസംബന്ധം. 11,000 വോട്ടിന് ആരും അറിയാത്തയാളെ ഞാൻ ജയിപ്പിച്ചു കൊടുത്തു. ഞാൻ തന്നെ അയാളുടെ പേര് നിർദ്ദേശിച്ചു, ഞാൻ പ്രവർത്തിച്ചു, 17 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. അതിൻ്റെ ആരിൽ നിന്നൊക്കെ പിരിച്ചണമെന്ന് അയാൾ പറഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്തുമോ? ഞാൻ അത്ര മണ്ടനാണോ? അത് അയാളുടെ പാർട്ടിക്കാ ദോഷം. മനസ്സിലായില്ലേ? ഇരിക്കട്ടെ, ഒരു ഞാൻ സ്ഥാനാർത്ഥിയല്ലാത്തതുകൊണ്ട് എനിക്ക് തരുന്ന പോലെ തരുമോ? അത് കഴിഞ്ഞു. എന്നോട് മത്സരിച്ചു, വെറും 46,000 വല്ല കിട്ടിയുള്ളൂ. ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ 62 കിട്ടിയില്ലേ? അപ്പം തന്നെ മനസ്സിലായല്ലോ നമ്മുടെ സപ്പോർട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന്. അപ്പോൾ അയാൾ നടത്തുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണെന്ന് നിങ്ങൾ പറ. ഒരു പ്രാധാന്യം.